ജീവിതം എനിക്ക് കൈവിട്ടു എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. ആ തെരുവിലാണ് ചെയ്തു മാധവനെല്ലാം നഷ്ടപ്പെട്ടു. കിങ്ഫിഷർ ഉണ്ടാ ചില്ല് ഉണ്ടല്ലോ, 2 ബിയർ പേടിക്കണ്ട. ചുവപ്പ് അതോ കറുപ്പോ കൊല്ലാൻ ഇനിയും നോക്കും. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാക്കാം. ദേവനും അസുരനുമായി പകർന്നാടി തമ്പുരാന്റെ ഗർവിൽ തലയുയർത്തി നിന്നു. അടിമപ്പെട്ടവന്റെ ദൈന്യതയിൽ തല കുനിച്ചു നിന്നു. രാജാവിന്റെ മകനായും കൊട്ടാരം നഷ്ടപ്പെട്ടവനായും പല കാലങ്ങളിൽ നമുക്ക് മുന്നിൽ വന്നു. ആനന്ദ നടനം അവൻ ആടി എന്നാണ്. ഇനി എന്റെ വീട്ടിൽ പോയോ രഞ്ജിനിയോട് അവൻ ശാന്തമൂർത്തിയായി തെളിഞ്ഞു നിന്നു. കിരീടം വീണുടഞ്ഞു പോയ രാജകുമാരനായി, പ്രേമോദാരനായി, രാമനായി, അബ്ദുള്ളയായി, ഭരതനായി, ഭീമനായി, നരനായി, നരസിംഹമായി, സംഹാരമൂർത്തിയായി, യുദ്ധമൊന്നും ചെയ്യാതെ അവൻ എല്ലാ ഹൃദയങ്ങളും കീഴടക്കി. അപ്പനെന്ന് പേരുള്ള നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലെ? എടുത്ത് കാർക്കിച്ച് തുപ്പം സക്കീർ ഹുസൈൻ. മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചുകൂടിയെ പിടിക്കും. ഇവിടെ കളിയിറക്കുക. ഇത് അങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ. മംഗലശ്ശേരി നീലകണ്ഠൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയൊന്നാവില്ല. ഒന്നാളെ ഞാൻ ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ അവൻ രാജ്യങ്ങളൊന്നും പിടിച്ചടക്കിയില്ല. പക്ഷേ ഒരു ജനത അവന് മുന്നിൽ വിസ്മയത്തോടെ നിന്നു. ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ള അസാമാന്യ കഴിവുള്ള ഒരു നടൻ. മോഹൻലാൽ മാതിരി ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇന്ത്യയിലേ கிடையாது. ഇന്റൻസിറ്റി ത്രൂ ഐസ്. அவ்வளவு சாதனைகள் பண்ணவர். இஸ் எட்டமனோ அடையாளம் மாதிரி அவரு. நான் மாத்திரம்லாம் வந்து தெரியல. லைஃப்ல நீங்க அம்மா நடிக்கணும் ஆசை. Will continue to always be an ardent fan. இந்தியாவின் பெருமை. 100 years. അവൻ നക്ഷത്രങ്ങൾക്കു മേലെ കൊട്ടാരം പണിതു. കടലും മലയും കടന്നുപോയി അവന്റെ കീർത്തി. അപ്പോഴും അവൻ പക്ഷേ മണ്ണിൽ ചവിട്ടി നിന്നു. ഓരോ ഭാവപ്പകർച്ച കൊണ്ടും നമ്മെ അതിശയിപ്പിച്ച അഭിനയ കലയുടെ രാജാവ്, ഒരേ ഒരു രാജാവ്, നമ്മുടെ സ്വന്തം മോഹൻലാൽ.